പാലിയേക്കൽ ബ്ലോക്ക് ഒഴിയോ? സുപ്രീം കോടതി വിമർശനം ശരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? റോഡ്, ആശുപത്രി, സ്കൂൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം സൗജന്യമായി ലഭിക്കണമെന്നാണല്ലോ നമ്മുടെ പൊതുവായ ഒരു അവകാശബോധം. യാത്ര ചെയ്യാൻ പണം കൊടുക്കേണ്ടി വരിക എന്നുള്ളത് ഒരു കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അവിടെ നിന്നാണ് പൊതുജനങ്ങളും പാലിയേക്കര ടോൾ പ്ലാസയുമായുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്. വർഷങ്ങൾക്കിപ്പുറം നല്ല യാത്രാ സൗകര്യം ലഭിച്ചാൽ ടോൾ നൽകാമെന്ന മനസ്ഥിതിയിലേക്ക് നമ്മളെത്തി. പക്ഷെ പണം കൊടുത്താലും നമ്മൾ പ്രതീക്ഷിച്ച സൗകര്യം കിട്ടുന്നില്ലെങ്കിലോ? ഇതേറെ ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പാലിയേക്കര ടോൾ വിഷയം ജനപക്ഷത്തു നിന്ന് അഡ്രസ്സ് ചെയ്തത്. 150 രൂപ നൽകി യാത്രക്കാർ 12 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കുന്ന സാഹചര്യം സർക്കാർ സംവിധാനങ്ങളെ ലജ്ജിപ്പിക്കേണ്ടതാണ്. പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞ കേരള ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും നൽകിയ അപ്പീൽ പരിഗണിക്കവേ സുപ്രീം കോടതി അധികാരികളെ രൂക്ഷമായാണ് വിമർശിച്ചത്. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയുടെ ഭാഗമായ ഈ റോഡിന്റെ അവസ്ഥ അതീവ പരിതാപകരമാണ്. റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തുടർച്ചയായി വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് കേരള ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞത്. ഈ വിധിക്കെതിരെയാണ് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയാക്കിയ കേസ് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. സൗജന്യമായി ഒന്നും നൽകണമെന്നില്ല, പക്ഷെ നല്ല സർവീസ് ഉറപ്പാക്കിയേ തീരൂ. നമുക്ക് കാത്തിരിക്കാം ഇനിയെങ്കിലും ഇതെല്ലാം ശരിയാവുമെന്ന്.